ഹായ്. നമ്മൾ ഓൾറെഡി മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി പോർഷൻ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പം ആർ എൻ എ പറ്റിയിട്ടാണ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ RNA പറ്റി പറയുമ്പോൾ അതാണ് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇപ്പോ ഒരുപാട് എവിഡൻസ് RNA ജനറ്റിക് മെറ്റീരിയൽ ആണ് എന്നുള്ളതിന് വന്നിട്ടുണ്ട്. ഒരുപാട് എവിഡൻസ് ഇപ്പൊ ഉണ്ട്, പക്ഷെ പണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പം പറയുന്നത് മെറ്റാബോളിസം, ട്രാൻസ്ലേഷൻ, സ്പ്ലൈസിങ് ഇതൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സുകളാണ്. അപ്പൊ ഇതിനൊക്കെയും ഈ RNA ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ RNA നമ്മുടെ ബോഡിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബയോമോളിക്യൂൾ ആണ്. ഇനി RNA യൂസ്ഡ് ടു ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ ആസ് വെൽ ആസ് കാറ്റലിസ്റ്റ്. അതായത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടും കാറ്റലിസ്റ്റ് ആയിട്ടും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ അതിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ടാണ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതായിട്ടും RNA ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ but RNA being a catalyst was reactive and hence unstable. അപ്പൊ RNA ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് റിയാക്റ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ അൺസ്റ്റേബിളും ആയിരിക്കും. Therefore, DNA has evolved from RNA with chemical modifications that make it more stable. അതായത് DNA RNA-യിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒന്നാണ് DNA. അപ്പൊ അതിന് ഒരുപാട് കെമിക്കൽ മോഡിഫിക്കേഷൻസ് RNA-യിൽ നിന്നും DNA ആകുന്നത് വഴി ഒരുപാട് കെമിക്കൽ മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DNA ആണ് കുറച്ചും കൂടി സ്റ്റേബിൾ RNA-നെ വെച്ച് നോക്കുമ്പോൾ. DNA bring double stranded and having complementary strand further resist changes by evolving a process of repair. അതായത് DNA എന്ന് പറയുമ്പോൾ അത് ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ് ഉണ്ട്, ആന്റി പാരലൽ കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രോസസ്സ്, അതായത് ഇപ്പോൾ റിപ്പയർ എന്നുള്ള പ്രോസസ്സ് വഴി അതിൽ വരുന്ന ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് DNA-ക്ക് പറ്റുന്നുണ്ട്. അതായത് പെട്ടെന്ന് DNA-യിൽ ഒരു ചേഞ്ച് ഉണ്ടാകില്ല. അതായത് അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് എന്തുണ്ട്, അതിന്റെ റിപ്പയർ നടക്കുന്നുണ്ട്. ഓക്കെ, എവിടെയെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിലേക്കും റിപ്പയർ പെട്ടെന്ന് തന്നെ നടക്കുന്നത് കൊണ്ട് അവിടെ ചേഞ്ചസ് ഒന്നും പോസിബിൾ അല്ല DNA-യിൽ. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി സ്റ്റേബിൾ ആണെന്ന് പറയാം RNA-ക്കാൾ. ഇനി ഇപ്പം നമ്മള് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് DNA മോഡൽ കണ്ടുപിടിച്ചത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതില് ഇപ്പൊ വാട്സൺ ആൻഡ് ക്രിക്ക് കണ്ടുപിടിച്ച ആ ഒരു മോഡൽ DNA അത് സെമി കൺസർവേറ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് സെമി കൺസർവേറ്റീവ്? അപ്പൊ അതാണ് നെക്സ്റ്റ് നോക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നുണ്ട്, അതായത് റെപ്ലിക്കേഷൻ. While proposing the double helical structure of DNA, Watson and Crick had immediately proposed a scheme for replication of DNA. To quote their original statement, that is as follows: It has not escaped our notice that the specific pairing we have postulated immediately suggests a possible copying mechanism for the genetic material. അതായത് വാട്സൺ ആൻഡ് ക്രിക്ക് ഈ ഒരു മോഡല് പറഞ്ഞു വെക്കുന്നതോടുകൂടി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജനറ്റിക് മെറ്റീരിയലില് ഇപ്പം അതിന്റെ പെയറിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു കോപ്പിയിങ് മെക്കാനിസം കൂടി നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ കോപ്പിയിങ് മെക്കാനിസം? അത് ഓൾറെഡി വാട്സൺ ആൻഡ് ക്രിക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ കോപ്പിയിങ് മെക്കാനിസത്തിന് തന്നെയാണ് ഈ റെപ്ലിക്കേഷൻ എന്ന് പിന്നീട് പറയുന്നത്. The scheme suggested that the two strands would separate and act as a template for the synthesis of new complementary strands. അതായത് ഇവർ ഓൾറെഡി കോപ്പിംഗ് മെക്കാനിസം ആണെന്ന് പറഞ്ഞു. ജനറ്റിക് മെറ്റീരിയൽ പിന്നെയും റെപ്ലിക്കേറ്റ് ചെയ്യണം അല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കോപ്പിംഗ് മെക്കാനിസം അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു കോപ്പിംഗ് മെക്കാനിസത്തിന് ഒന്നും കൂടി റീനോൺ ചെയ്തതാണ് എന്ത്, റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ പറയുന്നത് DNA എന്ന് പറയുമ്പോൾ 2 സ്ട്രാൻഡ്സ് ഉണ്ട്. ഓരോ സ്ട്രാൻഡ്സും സെപ്പറേറ്റ് ആയി പോയിട്ട് അത് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? പുതിയ കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്സ് ആയിട്ടാണ് പിന്നീട് ആ ഒരു സിംഗിൾ സ്ട്രാൻഡ്സ് ആക്ട് ചെയ്യുന്നത്.
Then after the completion of replication, each DNA molecule would have one parental and one newly synthesized strand. അപ്പം ഇങ്ങനെ DNA മോളിക്യൂള് അതിന്റെ റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു DNA മോളിക്യൂളിൽ എന്തൊക്കെ ഉണ്ടാകും? ഒരു പാരന്റൽ സ്ട്രാൻഡും അതുപോലെ തന്നെ ഒരു ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും ഉണ്ടായിരിക്കും. ദിസ് സ്കീം വാസ് ടേംഡ് ആസ് സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ. അപ്പൊ അതുകൊണ്ടാണ് DNA റെപ്ലിക്കേഷനെ സെമി കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം, ഞാൻ ഒന്ന് ഡ്രോ ചെയ്യാം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പം ഇതില് വരയ്ക്കുന്നത് നോക്കാം. ഇപ്പം ഇതൊരു DNA സ്ട്രാൻഡ് ആണെന്ന് വിചാരിക്കാം. ഇതൊരു DNA സ്ട്രാൻഡ് ആണെന്ന് വിചാരിക്കാം. അപ്പം ഓക്കെ, ഇനി ഇതിന് എന്ത് ചെയ്യുന്നു? ഇത് റെപ്ലിക്കേഷൻ നടക്കാണ്. റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും? ഇത് എന്തായിട്ട് മാറും? രണ്ട് സിംഗിൾ സ്ട്രാൻഡ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി ഈ സിംഗിൾ സ്ട്രാൻഡ്സ് എന്ത് ചെയ്യുന്നു? ഇതൊക്കെയും എന്താണ്? ഇത് പാരന്റൽ DNA ആണ്. ഇതൊരു പാരന്റൽ സിംഗിൾ സ്ട്രാൻഡ്, ഇതൊരു പാരന്റൽ സിംഗിൾ സ്ട്രാൻഡ്. ഇത് രണ്ടും എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ടെംപ്ലേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് വേറെ, അതായത് പുതിയൊരു സ്ട്രാൻഡ് അവിടെ ഉണ്ടാവാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ട്, ഇപ്പൊ പറയുമ്പോൾ ഇവിടെ A ആണെങ്കിൽ ഇവിടെ T ആകുന്ന, ഇവിടെ G ആണെങ്കിൽ ഇവിടെ C ആകുന്നതായിട്ടുള്ള കോംപ്ലിമെന്ററി സ്ട്രാൻഡ് അവിടെ സിന്തസൈസ് ചെയ്യും. അപ്പം ആ ഒരു സ്ട്രാൻഡ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ വരയ്ക്കുന്ന സമയത്ത് ഇപ്പോ ബ്ലൂവിൽ കാണിച്ചിട്ടുള്ളത് പാരന്റൽ സ്ട്രാൻഡ് ആണെങ്കിൽ ഇതെന്താണ്? ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് ആണ്. ഓക്കെ, ന്യൂ 1 ആണ്. ഈ യെല്ലോയിൽ കാണിച്ചിട്ടുള്ളത് ന്യൂ 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാരന്റൽ DNA സ്ട്രാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു DNA സ്ട്രാൻഡിൽ നിന്നും റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് എന്തുണ്ടാകും? അവിടെ രണ്ട് സിംഗിൾ സ്ട്രാൻഡ്സ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഒരു സിംഗിൾ സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സ്ട്രാൻഡ് അവിടെ ന്യൂലി സിന്തസൈസ്ഡ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള സ്ട്രാൻഡും കൂടിയിട്ടാണ് പുതിയൊരു DNA ആയിട്ട് മാറുന്നത്. അതായത് ഡബിൾ സ്ട്രാൻഡ് ഉള്ള DNA ആയിട്ട് മാറുന്നത്. അപ്പം അങ്ങനെ അവിടെ ഡബിൾ സ്ട്രാൻഡ് ഉള്ള DNA ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു ഡബിൾ സ്ട്രാൻഡ് DNAക്ക്, പുതിയതായിട്ട് സിന്തസൈസ്ഡ് ആയിട്ടുള്ള DNAക്ക് ഒരു പാരന്റൽ സ്ട്രാൻഡും ഒരു ന്യൂലി സിന്തസൈസ്ഡ് DNA സ്ട്രാൻഡും ആണ് ഉണ്ടായിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ എന്ത് പേര് പറയും? അതിനെന്ത് പേര് പറയും? അതാണ് സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ സെമി കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. DNA പുതുതായിട്ട് ഉണ്ടാകുമ്പോൾ അതിൽ ഒരു പാരന്റൽ സ്ട്രാൻഡും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും ആണ് ഉണ്ടായിരിക്കുക. ദെൻ ഇതിന് ഇപ്പൊ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ഏതൊരു കോൺസെപ്റ്റ് ആയാലും അതിനെന്ത് വേണം? എവിഡൻസസ് വേണം. അപ്പൊ അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ പ്രൂഫ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, ഈ ഇപ്പം DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് സെമി കൺസർവേറ്റീവ്ലി ആണെന്ന് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇനി എസ്റ്ററേഷ്യ കോളിയിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നത്. ഓക്കെ, ദെൻ എസ്റ്ററേഷ്യ കോളിയിലാണ് നടത്തുന്നത്. അപ്പം ആരാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. മാത്യു മെസൽസൺ അതുപോലെ ഫ്രാങ്ക്ലിൻ സ്റ്റാൾ രണ്ടുപേരും കൂടിയിട്ടാണ് 1958 ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ഇത് നടത്തിയിട്ടുള്ളത് നോക്കാം. സ്റ്റെപ്സ്. അപ്പം ഏറ്റവും ഫസ്റ്റ്, they grow E. coli in a medium containing NH4Cl. ഓക്കെ, N15 എന്നുള്ളത് ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ ആണ് എന്നുള്ളത് കാണിക്കാനാണ്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് E. coliനെ ഇവിടെ വെച്ചിട്ട് NH4Cl ഉള്ള മീഡിയത്തിൽ ഗ്രൂ ചെയ്യിച്ചു, അതായത് വളർത്തി. ആസ് ദ ഓൺലി നൈട്രജൻ സോഴ്സ് ഫോർ മെനി ജനറേഷൻസ്. അതായത് ഈ ഒരു N15 ആണ്. ഇപ്പൊ എസ്ട്രേഷ്യ കോളിക്ക് വളരണം എന്നുണ്ടെങ്കിൽ നൈട്രജൻ വേണം. അപ്പം ഏത് ജനറേഷനിലായാലും അതിന് വളരാനുള്ള നൈട്രജൻ സോഴ്സ് എന്ന് പറയുന്നത് ഈ N15 തന്നെയായിരിക്കും. The result was that N15 was incorporated into newly synthesized DNA. അതായത് ഈ N15 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നൈട്രജൻ ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള DNA ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തു. അതാണ് റിസൾട്ട് ആയിട്ട് കിട്ടുക.
then this heavy DNA molecule could be distinguished from the normal DNA by the centrifugation in a cesium chloride density gradient. അതായത് ഇപ്പൊ ഈ ഹെവി DNA മോളിക്യൂൾ, അതായത് ഇപ്പം അവിടെ ഈ കൊളൈനെ N15 ഇട്ട് വളർത്തുന്ന സമയത്ത് അവരുടെ DNA എന്തായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യും? N15 ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യും. അപ്പൊ അതുവഴി ഈ ഒരു ഹെവി DNA മോളിക്യൂളിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നോർമൽ DNA-യിൽ നിന്നും. കാരണം അത് N15 ആയിട്ട് ഇൻകോപ്പറേറ്റഡ് ആയി. അപ്പൊ എങ്ങനെയാണ് അങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്തെടുക്കാൻ പറ്റുക? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് ചെയ്യുന്നത്. എന്തുമായിട്ട്? സീഷ്യം ക്ലോറൈഡുമായിട്ട്. ഓക്കെ. Then they transferred the cells into medium with normal NH4Cl and took samples at various indefinite time intervals as the cells multiplied and extracted the DNA that remained as double-stranded helixes. അതായത് ഇപ്പം അത് കഴിയുമ്പോൾ എന്തുണ്ടാകും? ഈ സെൽസിനൊക്കെയും വേറൊരു മീഡിയത്തിലോട്ട് മാറ്റും. അതായത് നോർമൽ ആയിട്ടുള്ള NH4Cl, അതായത് N14 ആണ് ഇവിടെ വരുന്നത്. നോർമൽ ആയിട്ടുള്ള NH4Cl-ലോട്ട് ഈ ഒരു സാമ്പിൾസ് മാറ്റും. അത് കഴിഞ്ഞിട്ട് ഓരോ സ്പെസിഫിക് ഇന്റർവെൽസിൽ അതിൽ കുറച്ച് സാമ്പിൾ ആയിട്ട് എടുക്കും. അതായത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഉള്ള സെൽസിന് കുറച്ചായിട്ട് എടുക്കും. എന്നിട്ട് അതിൽ നിന്നും DNA എക്സ്ട്രാക്ട് ചെയ്യും. അതായത് ഡബിൾ ഹെലിക്സ് ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള DNA എക്സ്ട്രാക്ട് ചെയ്യും. ദ വാരിയസ് സാമ്പിൾസ് were separated independently on സീഷ്യം ക്ലോറൈഡ്. അതായത് സീഷ്യം ക്ലോറൈഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് തന്നെയാണ് സാമ്പിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ നമ്മൾ DNA എടുത്തു. അപ്പം ആ DNA-ക്ക് എന്താണ് പ്രത്യേകത ഉണ്ടായിരിക്കുക? അത് ഫസ്റ്റ് N15 ആയിട്ട് ഇൻകോപ്പറേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു. പിന്നെ നമ്മൾ അതിനെ നോർമൽ NH4Cl വളർത്തി. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും കുറച്ച് ടൈം ഇന്റർവെൽ ആയിട്ട് അതിൽ നിന്ന് കുറച്ചെടുക്കും. എന്നിട്ട് അതിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് thus the DNA was extracted from the culture one generation after the transfer from N15 to N14 medium. അതായത് ഒരു ജനറേഷൻ കഴിയുമ്പോഴാണ് എടുക്കുന്നത്. അതായത് N15 N14-ലോട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. ഹാഡ് എ ഹൈബ്രിഡ് ഓർ ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി. അങ്ങനെ എടുക്കുന്ന ആ ഒരു DNA-ക്ക് ഹൈബ്രിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. DNA extracted from the culture after another generation. അതായത് വീണ്ടും ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട്, അതായത് ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്, അതായത് സെക്കൻഡ് ജനറേഷനിലുള്ള DNA എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതായത് അതിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ഹൈബ്രിഡ് DNA, ലൈറ്റ് DNA ആണ് ഉണ്ടായിരിക്കുക. അതായത് ഹൈബ്രിഡ് DNAയും ലൈറ്റ് DNAയും ഈക്വൽ എമൗണ്ട് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇതൊരു ഫിഗർ വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഇതേ കൊടുത്തിരിക്കുന്നു. അതായത് ഏറ്റവും ഫസ്റ്റ് പറയുമ്പോൾ അവിടെ DNA ഉണ്ട്, N15 ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അത് കഴിയുമ്പോൾ അവിടെ പിന്നെ അത് എന്തിലോട്ട് മാറ്റി? 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് N14-ലോട്ട് മാറ്റി. ഓക്കെ. N14-ലോട്ട് മാറ്റി കഴിയുമ്പോഴേക്കും അവിടെ എന്തുണ്ടാകുന്നുണ്ട്? N14 ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത DNA-യും N15 ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത DNA ഉണ്ടാകുന്നുണ്ട്. ജനറേഷൻ ഫസ്റ്റ് ആണ്. അപ്പൊ അത് കഴിഞ്ഞ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പം എന്തുണ്ടായി? അവിടെ പിന്നീട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതായത് ഇവിടെ N14 കൊടുത്തു കഴിഞ്ഞു, ഇനി അവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ജനറേഷൻ 2 ആയി. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ലൈറ്റ് DNA-യും ഹൈബ്രിഡ് DNA-യുടെ നമ്പർ ഈക്വൽ ആയി. അതായത് ലൈറ്റ് DNA എന്ന് പറയുന്നത് രണ്ട് N എന്ന് പറയുന്നത് N14 തന്നെയാണ്. പക്ഷെ ഹൈബ്രിഡ് DNA എന്ന് പറയുമ്പോൾ ഒന്ന് N14 N15 വരുന്നതാണ്. ഓക്കെ. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? അതായത് ജനറേഷൻ സെക്കൻഡ് ആകുമ്പോഴേക്കും എന്തായി? ലൈറ്റ് DNA ആയാലും ഹൈബ്രിഡ് DNA ആയാലും ഈക്വൽ എമൗണ്ട്സിൽ നമുക്ക് കിട്ടി. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ തന്നെ DNA എന്ന് പറയുന്നത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് സെമി കൺസർവേറ്റീവ്ലി ആണ്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തത്. ഇനി ഇതുപോലെ സിമിലർ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് വേറെ ഉണ്ട്. അവിടെ യൂസ് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് തൈമിഡൈൻ ആണ്. അതായത് ഇവിടെ യൂസ് ചെയ്തത് N15, 14 ഒക്കെ ആണെങ്കിൽ അവിടെ റേഡിയോ ആക്റ്റീവ് തൈമിഡൈൻ ആണ് യൂസ് ചെയ്യുക. അവിടെ ചെയ്യുന്നത് ഈ കൊളയിലല്ല, ഫാബ ബീൻസ്, അതായത് വിസിയ ഫാബ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാന്റിലാണ് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ചിട്ടുള്ളത് ടെയ്ലർ ആൻഡ് കൊളീഗ്സ് 1958-ലാണ്.
ദെൻ ദ മെഷീനറി ആൻഡ് ദ എൻസൈംസ്. അതായത് ഇപ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, റെപ്ലിക്കേഷനിലെ എന്തൊക്കെയാണ് മെഷീനറീസ് അവിടെ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് എൻസൈംസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചേ. ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ഓർമ്മയുണ്ടോ? അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന മെഷീനറീസും എൻസൈംസും ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ ലിവിങ് സെൽസ് സച്ച് ആസ് ഇ കോളൈ, ദ പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ റിക്വയേഴ്സ് എ സെറ്റ് ഓഫ് കാറ്റലിസ്റ്റ്. അതായത് ഈ കോളയിലായാലും റെപ്ലിക്കേഷൻ സമയത്ത് ഒരുപാട് എൻസൈംസ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആവശ്യമാണ്. ലിവിങ് സെൽസിലാണ് നടക്കുന്നത്, അപ്പൊ അതിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി കാറ്റലിസ്റ്റ് ആവശ്യമാണ്. The main enzyme is referred to as DNA dependent DNA polymerase. അപ്പോൾ മെയിൻ ആയിട്ടുള്ള എൻസൈം എന്ന് പറയുന്നത് DNA dependent DNA polymerase തന്നെയാണ്. Since it used as DNA template to catalyze the polymerization of deoxynucleotides. അതായത് ഡിയോക്സിന്യൂക്ലിയോടൈഡ്സിന്റെ പോളിമറൈസേഷന് വേണ്ടിയിട്ട് അതിന്റെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, DNA dependent DNA polymerase യൂസ് ചെയ്യുന്നത്. Then these enzymes are highly efficient enzymes as they have to catalyze polymerization of a large number of nucleotides in a short time. അതായത് ഡിയോക്സിന്യൂക്ലിയോടൈഡ്സിന്റെ പോളിമറൈസേഷൻ കുറച്ചും കൂടി സ്പീഡപ്പ് ആയി നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എൻസൈം യൂസ് ചെയ്യുന്നത്. ഈ കോളൈ ഹാസ് ഓൺലി 4.6 into 10⁻⁶ ബേസ് പെയർസ്. അതായത് ഹ്യൂമൻസിലെ 6.6 into 10⁻⁹ ബേസ് പെയർസ് ആണെങ്കിൽ ഈ കോളയിൽ ഉണ്ടായിരിക്കുക 4.6 into 10⁻⁶ ബേസ് പെയർസ് ആണ്. ഇനി completes the process of replication within 18 minutes. എന്നിരുന്നാലും ഈ കോളയെ 18 minutes കൊണ്ട് എന്ത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ ആവറേജ് റേറ്റ് ഓഫ് പോളിമറൈസേഷൻ ഹാസ് ടു ബി അപ്രോക്സിമേറ്റ്ലി 2000 ബേസ് പെയർസ് പെർ സെക്കൻഡ്. അപ്പം പോളിമറൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് റേറ്റിന് വേണ്ടി ഒരു 2000 ബേസ് പെയർസ് പെർ സെക്കൻഡ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ആവറേജ് റേറ്റ് 2000 ബേസ് പെയർസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പോളിമറൈസേഷൻ ഓരോ സെക്കൻഡ് വെച്ചും നടക്കുന്നുണ്ട്. നോട്ട് ഓൺലി ഡു ദീസ് പോളിമറൈസസ് ഹാവ് ടു ബി ഫാസ്റ്റ്, but they also have to catalyze the reaction with a high degree of accuracy. അപ്പം ഈ ഒരു പോളിമറൈസസ് ഇത് ഫാസ്റ്റ് ആക്കി നടത്തുക മാത്രമല്ല ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസിയിലുമാണ് ചെയ്യുന്നത്. അതായത് ഫാസ്റ്റ് ആക്കി നടത്തുമ്പോൾ അവിടെ മിസ്റ്റേക്സ് പറ്റുന്നില്ല, ആക്യുറസി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. Then any mistake during replication would result into mutation. അപ്പം എന്തെങ്കിലും ഒരു റെപ്ലിക്കേഷനിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, മ്യൂട്ടേഷൻസ് ഉണ്ടാകും. Furthermore, energetically replication is a very expensive process. അപ്പൊ എനർജിയുടെ ബേസിസിൽ പറയുമ്പോൾ റെപ്ലിക്കേഷൻ ഒരു എക്സ്പെൻസീവ് പ്രോസസ് ആണ്. Deoxyribonucleoside triphosphate serves dual purpose. ഇനി അടുത്തത് deoxyribonucleoside triphosphates ആണ്. അപ്പൊ അതിന് രണ്ട് പർപ്പസ് ഉണ്ട്. ഇൻ അഡീഷൻ ടു ആക്ടിങ് ആസ് സബ്സ്ട്രേറ്റ്, they provide energy for polymerization reaction. Phosphates polymerization reactions. അപ്പം ഇത് സബ്സ്ട്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പോളിമറൈസേഷൻ റിയാക്ഷന് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ DNA ഡിപെൻഡന്റ് DNA പോളിമറൈസസ് additional enzyme are required to complete the process of replication with a high degree of accuracy. അതായത് ഈ DNA ഡിപെൻഡന്റ് DNA പോളിമറൈസും ഇതുപോലെ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസിയിലാണ് റെപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഫോർ ലോങ് DNA molecules, അതായത് ലോങ് ലെങ്തി ആയിട്ടുള്ള DNA molecules, since the two strands of DNA cannot be separated in its entire length, അതായത് entire ലെങ്ത്തിൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ the replication occur within a small opening of the DNA helix. അതായത് അവിടെ റെപ്ലിക്കേഷൻ എവിടെയാണ് തുടങ്ങുന്നത്, ഒരു സ്മോൾ ഓപ്പണിംഗിലാണ് തുടങ്ങുന്നത്. അതിനെയാണ് റെപ്ലിക്കേഷൻ ഫോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് റെപ്ലിക്കേഷൻ എൻറ്റയർ ലെങ്ത് DNA സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റെപ്ലിക്കേഷൻ ഒരു DNA ഹെലിക്സിന്റെ സ്മോൾ ഓപ്പണിംഗിൽ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു സൈറ്റിനെയാണ് റെപ്ലിക്കേഷൻ ഫോക്ക് എന്ന് പറയുന്നത്. The DNA dependent DNA polymerases catalyze polymerization only in one direction, 5' to 3'. അതായത് DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് പോളിമറൈസേഷൻ നടത്തുന്നത് 5' to 3' എന്നുള്ള ആ ഒരു ഡിറക്ഷനിലാണ്.
This creates some additional complications at the replication fork. Consequently, on one strand, അതായത് ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ ആണ് നടക്കുക, വൈൽ അനദർ സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ ആണ് നടക്കുക. ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സിനെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന എൻസൈമാണ് DNA ലിഗേസസ്. അതുപോലെ തന്നെ DNA പോളിമറൈസ് എന്ന് പറയുമ്പോൾ അതിന് സ്വന്തമായിട്ട് റെപ്ലിക്കേഷൻ ഉള്ള എബിലിറ്റി ഇല്ല. ഓൾസോ ദ റെപ്ലിക്കേഷൻ ഡസ് നോട്ട് ഇനീഷ്യേറ്റ് റാൻഡംലി അറ്റ് എനി പ്ലേസ് ഓഫ് DNA. ദർ ഈസ് എ ഡെഫിനിറ്റ് റീജിയൻ ഇൻ കോളൈഡ് DNA where the replication originates. അപ്പം റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സ്പേസ് ഈ കോളൈഡ് DNA ഉണ്ട്. അതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് നമ്മൾ ആ ഒരു റീജിയനെ പറയും. അതായത് ആ ഒരു ഭാഗത്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാത്തര കാര്യങ്ങളും റിക്വയർമെന്റ്സും ഉണ്ടായിരിക്കാം. ദെൻ അവിടെയാണ് എന്ത് വെക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുക. ഇനി ഫർദർ, നോട്ട് എവറി ഡീറ്റെയിൽ ഓഫ് റെപ്ലിക്കേഷൻ ഈസ് അണ്ടർസ്റ്റുഡ് വെൽ. In eukaryotes, the replication of DNA takes place at S phase of the cell cycle. S phase അതായത് യൂക്കാരിയോട്സിലെ സെൽ സൈക്കിളിന്റെ G phase ഉണ്ട്, അങ്ങനെ കുറെ ഫേസസ് ഉണ്ട്. അപ്പൊ അതിൽ S ഫേസിലാണ് എന്ത് നടക്കുന്നത്? റെപ്ലിക്കേഷൻ നടക്കുന്നത്. The replication of DNA and the cell division cycle should be highly coordinated. അതായത് റെപ്ലിക്കേഷൻ ആയാലും DNA ഡിവിഷൻ സൈക്കിൾ ആയാലും സെൽ ഡിവിഷൻ സൈക്കിൾ ആയാലും എന്തുണ്ട്? രണ്ടും ഹൈലി കോർഡിനേറ്റഡ് ആണ്. A failure in cell division after DNA replication results into polyploidy. അതായത് ഈ DNA replication നടന്നിട്ടും സെൽ ഡിവിഷൻ നടന്നിട്ടില്ലെങ്കിൽ അവിടെ എന്തുണ്ടാകും? പോളിപ്ലോയിഡി ഉണ്ടാകും. അതായത് ക്രോമോസോമൽ അനോമലീസ്, അതായത് ക്രോമോസോംസിന്റെ ആ ഒരു അപാകത, നമ്പറിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതും ഒരുപാട് ഡിസോർഡേഴ്സ് കോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പൊ ഇതില് കൊടുത്തിട്ടുണ്ട് ഈ 5' 3' എന്ന് പറയുന്നത് പൊളാരിറ്റി ആണ്, 3' 5'. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്? ഇത് പാരന്റൽ അല്ലെങ്കിൽ ടെംപ്ലേറ്റ് DNA ആണ്. അപ്പൊ ഇത് സ്പ്ലിറ്റ് ആയിട്ടാണ്, കണ്ടോ, സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അതായത് കണ്ടിന്യൂസ് സിന്തസിസ് ഉണ്ടായിട്ടുണ്ട്, ഒരു ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ഉണ്ടായിട്ടുണ്ട്. അതിനെ കാണിക്കാനാണ് ഈ ബ്രേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി ഈ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ചെയ്തിട്ടുള്ള സ്ട്രാൻഡ്സ് നമുക്ക് ഒരുമിച്ച് കൂട്ടി ഇതാക്കാൻ പറ്റും. അതിനാണ് DNA ലിഗേസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു റെപ്ലിക്കേഷൻ ഫോക്കിൽ നിന്നും ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയാണ് പുതിയ പുതിയ DNAs കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എടുക്കാനുള്ളത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അതായത് ഇപ്പൊ ഈ റെപ്ലിക്കേഷൻ ഒന്ന് തറായാലാണ് ട്രാൻസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ട്രാൻസ്ലേഷനും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഇതാണ് ഏറ്റവും ഫസ്റ്റ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റെപ്ലിക്കേഷൻ ഫോക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അതിൽ വരുന്ന എൻസൈംസും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതൊക്കെയും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഈ ഒരു റെപ്ലിക്കേഷന്റെ സെമി കൺസർവേറ്റീവ് നേച്ചർ അതും ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു എക്സ്പെരിമെന്റും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ RNA പറ്റിയിട്ട് കുറച്ചും കൂടി നന്നായിട്ട് നോക്കി വെക്കുക. RNA കുറച്ച് സിമ്പിൾ തിങ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അതായത് ഇപ്പം RNA യുറാസിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതാണ് RNA ചോദിക്കുള്ളൂ. ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ ആണ്, അങ്ങനെയൊക്കെ. ഓക്കെ, ഇതൊക്കെയാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് നെക്സ്റ്റ് ഡേയിൽ എടുക്കാം. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം.